സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ ഉജ്ജ്വല വിജയമാണ് UDF സ്ഥാനാർത്ഥി IC ബാലകൃഷ്ണൻ നേടിയത്. 16,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള വീണ്ടും MLA ആയിരിക്കുന്നു, നിയുക്ത MLA ആണ്. കഴിഞ്ഞ തവണ 11,000 ആയിരുന്നു, ഇത്തവണ അത് 16,000 നിരവധി ആരോപണങ്ങളടക്കമുണ്ടായിരുന്നു. എന്താണ് ഈ വിജയത്തെ എങ്ങനെ നോക്കിക്കാണും? ഈ വിജയം എന്ന് പറയുന്നത് CPM എന്ത് ആരോപണങ്ങൾ അടിച്ചു വിട്ടാലും എൻ്റെ പ്രിയപ്പെട്ട UDFൻ്റെ നേതാക്കളും സഹപ്രവർത്തകരും അവർ പ്രാദേശികമായിട്ട് മറുപടി പറയുന്നതോടൊപ്പം തന്നെ CPMന് കനത്ത മറുപടി കൊടുത്തത് 15 വർഷക്കാലമായി സുൽത്താൻ ബത്തേരിയിൽ എന്നെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ച വോട്ടർമാരാണ്. കാരണം 16, 21 2 ടേമിലും ഭൂരിപക്ഷം വർദ്ധിച്ചു. 11 ഞാനിവിടെ മത്സരിക്കുമ്പോൾ 7,000 സിസ്റ്റം വോട്ടിനാണ് വിജയിച്ചത്. ഇപ്പോൾ അത് നിങ്ങൾ പറഞ്ഞതുപോലെ 16,000 സിസ്റ്റം വോട്ടിലേക്ക് എത്തിയിരിക്കുക. സ്വാഭാവികമായിട്ടും ജനങ്ങൾ CPM ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെ സത്യത്തിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ. ആ കാലം മാറി. ഇന്ന് നുണ പറയുന്ന കാലം, അഴിമതിയുടെ കാലം, ധൂർത്തടിയുടെ കാലം, കർഷക തൊഴിലാളിയുടെ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് വളർന്ന് പന്തലിച്ച് നേതാക്കൾക്ക് AC ഇല്ലാതെ യാത്ര ചെയ്യാൻ പോലും സൗകര്യം പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് എത്തിയിരിക്കുക. കർഷകരോട് എന്ത് പ്രതിബദ്ധതയാണ് ഇവർക്കുള്ളത്? ആ പ്രതിബദ്ധതയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെയുള്ള വിധിയെഴുത്താണിത്. എൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച നേതൃത്വം കൊടുത്ത UDF നേതാക്കൾക്കും പ്രവർത്തിച്ച UDFൻ്റെ പ്രവർത്തകർക്കും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച പ്രബുദ്ധരായ വോട്ടർമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുക. ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ അതങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. വയനാടിന് ഒരു മന്ത്രി ഉണ്ടായിരുന്നത് OR കേളുവായിരുന്നു. അദ്ദേഹം മാനന്തവാടിയിൽ പരാജയപ്പെട്ടു. വയനാട്ടിലെ 3 മണ്ഡലങ്ങളും UDF കയ്യിലെടുത്തിരിക്കുന്നു, കൈക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നു. വയനാടിന് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ വയനാടിനൊരു മന്ത്രി ആവശ്യമല്ലേ? അല്ല, വയനാടിനെ അർഹിച്ച പ്രാതിനിധ്യം പാർട്ടി തരും, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പം അതുതന്നെയാണ് ഉജ്ജ്വല വിജയത്തിൻ്റെ താൻ നേടിയ ഉജ്ജ്വല വിജയത്തിൽ പ്രതികരിക്കുകയായിരുന്നു സുൽത്താൻ ബത്തേരി UDF സ്ഥാനാർത്ഥി. ഇനി UDF സ്ഥാനാർത്ഥിയല്ല, നിയുക്ത MLA IC ബാലകൃഷ്ണൻ. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.